അബ്രഹാമും സാറയും പ്രായം ചെന്നവരായി മമ്മറയുടെ തോപ്പിൽ തന്റെ കൂടാരത്തിലിരിക്കുമ്പോ ദൈവദൂതന്മാർ അവരുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഭാഗം ഉൽപ്പത്തി 18 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവരെ സന്തോഷപൂർവ്വം സൽക്കരിച്ച അബ്രഹാമിനോട് ദൈവിക സന്ദേശം കൈമാറുമ്പോ അത് കേട്ട സാറ ചിരിക്കുകയാണ്. കാരണം അബ്രഹാമും സാറയും വയസ്സു ചെന്നവരാ. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് സാറ ഉള്ളിൽ ചിരിക്കുകയാണ്. എല്ലാ സാധ്യതകളും അസ്തമിച്ചുപോയി. ഇനി ഒരു സാധ്യതയും മുമ്പിലില്ല. പക്ഷെ ദൈവത്തിന്റെ സന്ദേശം നിനക്ക് തലമുറകൾ ഉണ്ടാകുമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? സാറയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലും ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഇത് നടക്കുമോ എന്ന ചിന്ത കടന്നു വന്നേക്കാം. എന്നാൽ ആ അവിശ്വാസത്തെ അവിടെ ദൈവം ശാസിക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്. അത് 14 വാക്യം ആദ്യ ഭാഗത്ത് കാണുവാൻ കഴിയും. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നിങ്ങൾ എന്തിനു സംശയിക്കുന്നു? ഈ ദൈവത്താൽ അസാധ്യമായത് വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച് ദൈവപ്രവൃത്തിയെ കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ഇതേ ചോദ്യം തന്നെ ദൈവം നിങ്ങളോട് ഇന്ന് ചോദിക്കുകയാണ്. ദൈവം ഒരു വാഗ്ദത്തം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു പിന്നെ അവിശ്വസിക്കുന്നു? ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ?